പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ബൈബിൾ സ്റ്റഡിക്കായി കടന്നു വന്ന എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെൽക്കം എവരിവൺ ടു ദിസ് ബൈബിൾ സ്റ്റഡി ദിസ് ഈവനിങ്. നമ്മൾ കുടുംബാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ തുടരുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് എ ടോപ്പിക് കോൾഡ് ദി വെപ്പൺസ് ദാറ്റ് ബ്രിങ്സ് ഡൗൺ ദി സ്ട്രോങ് ഹോൾഡ്. നമ്മൾ കഴിഞ്ഞ അനേക ആഴ്ചകൾ we talked about how demons operate and what happens and all those things. Now we are talking about the focus is on the weapons. And we looked at the Word of God. Now secondly, we looked at prayer. We looked at the power of prayer. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആവശ്യം സംബന്ധിച്ച് സംസാരിച്ചു. Just few points that we talked about last week. We looked at some specific reasons why prayer should be essential part of our warfare. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഒന്നാമത് കണ്ടത് prayerlessness is a sin. So പ്രാർത്ഥന കുറവ്, പ്രാർത്ഥന രാഹിത്യം ഒരു പാപമാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ 1 ശമൂവേൽ 12:23 ഫസ്റ്റ് സാമുവേൽ 12:23 നമ്മൾ കണ്ടു. ഞാനോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. Alright, moreover, as for me, far be it from me that I should sin against the Lord by ceasing to pray for you. അപ്പോൾ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത് എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതിന് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചത്, because God answers prayers. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിച്ചത്, we are actually in fact commanded to pray. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഒരു ദൈവത്തിന്റെ കൽപ്പനയായിട്ട് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:17 കാണുന്ന പോലെ pray without ceasing. അതൊരു സജഷൻ അല്ല, ഇറ്റ്സ് എ കമാൻഡ്. Right, so pray without ceasing. നമ്മളത് കണ്ടതാണ്. നാലാമത് കണ്ട ഒരു കാര്യം, anointed prayer rises to the heavens. അതായത് അഭിഷക്തമായ പ്രാർത്ഥന ഉയരത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കയറുന്നതാണ്. It climbs up to heavens. That means things gets done. നമ്മൾ പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട് in Acts 4:30, pray that I might speak the word of God with boldness. So വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. God is listening and God wants to do great and mighty things. സോ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ, because we are not asking. God is ready to do great and mighty things. ഇതൊക്കെ നമ്മൾ കവർ ചെയ്തായതുകൊണ്ട് ഐ എം നോട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ് ഡീറ്റെയിൽ. നമ്മൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം, this is some principles you're looking at. So it says a prayer should be your first choice, not your last chance. അതായത് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രാർത്ഥനയായിരിക്കട്ടെ, അവസാനത്തെ ഒരു ആശ്രയം എന്തായിരിക്കരുത്, പ്രാർത്ഥനയായിരിക്കരുത്. So it shouldn't be the last resort and the last thing that you look into. That will be the first choice. All right, നമ്മുടെ ആദ്യത്തെ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. And then God really speaks about different things. ദൈവം പറയുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൽ, if you will listen to what I'm talking to you today, you will not be the tail, but you will be the head. God also talks about increasing the territory. അതിനെ വിസ്താരമാക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചും എബേസിന്റെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. Now, number 2 is prayer is getting you prepared to do God's will. So പ്രാർത്ഥന ദൈവഹിതം ചെയ്യാനായിട്ട് നമ്മളെ ഒരുക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
Okay, you saw what happened to Saul of Tarsus. തർശോശുകാരനായ ശൗല്, അല്ലെങ്കിൽ later he is known as the Apostle Paul. How he was praying, അവിടെ അനന്യാസിനെ അയക്കുമ്പോൾ അനന്യാസിനോട് പറയുന്നുണ്ട്, he is praying. നീ ഇന്നടത്ത് ചെല്ല്, യൂദായുടെ വീട്ടിൽ ചെല്ല്, അവിടെ തർസോസുകാരൻ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. He is praying and God is really preparing to do God's will. അങ്ങനെ അനന്യാസ് ചെന്ന് ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യനെ പ്രാർത്ഥനയ്ക്ക് ദൈവഹിതത്തിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക. He's ready because he is praying. So prayer prepares us to do God's will. മൂന്നാമതൊരു കാര്യം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, this is called pray the scripture. പ്രാർത്ഥന, വചനത്തിലൂടെ പ്രാർത്ഥന, വചനം പ്രാർത്ഥിക്കുക എന്നൊക്കെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. So praying scripture. When you and I pray scripture, always remember that they are the promises of God and they will never return in void. So ഇത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ചുമ്മാതെ പോരില്ല. Okay, it will not return to you in void. It will achieve its purpose. Okay, so ഇന്ന് നമ്മൾ ഈ ആവശ്യം സംസാരിക്കുമ്പോൾ, because I told you it's a weapon, one of the weapons that we use in spiritual battle. So the question is, what is your problem? അതായത് നമ്മുടെ പ്രശ്നം എന്തായിരിക്കട്ടെ? What is the burden that you are concerned about? നമ്മുടെ ഭാരം എന്തുവാ? What is your crisis? നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ പ്രതിസന്ധി എന്താണ്? That's the first thing. Then the next part is actually find a verse that correspond to that particular issue in the scripture. All right. And then pray those verses. Okay. Pray those verses. So identify the issue. Once you identify the issue, search scriptures to find out what scripture speaks about it, what God speaks about it. ദൈവം എന്താ വിഷയത്തെക്കുറിച്ച് പറയുന്നു. Then pray that scripture. ആ വചനം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീരട്ടെ. All right. നമുക്കറിയാം, people who prepare sermons, people who study scriptures, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. You want to talk about the topics, then people go into concordance, they look up the word, അതിനകത്ത് wherever scripture it is used, so you go through, അതിനകത്ത് അരിച്ചു വയ്ക്കാൻ നോക്കും. Some of them may not apply to what you're trying to say. It may be used in a different context. So even our prayers, trying to identify what some of these references are, you could use a concordance and look at the word and look for references. So then you can read it by heart. Use that in our prayers. All right. Let's look at an example. Let's say a person is going through the valley of great deep sorrow or grief. അല്ലെങ്കിൽ perhaps a person is going through depression. So ഒരാൾ ഒരു ദുഃഖത്തിന്റെ ഇരുളേറിയ താഴ്വരയിൽ കൂടെ പോവുക, ഒരു വ്യസനം, ഒരു പക്ഷെങ്കിൽ someone is experiencing വിഷാദം, depression, ഇതൊക്കെ കടന്നു വന്ന സിറ്റുവേഷൻ. Now, praying scripture, how does it sound? How does it look? This is not exactly the same thing. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഒന്ന് മാത്രമേ ഉള്ളൂ. സോ ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. Okay, you could pray something like this. Say, Heavenly Father, I come to you in the mighty name of your Son, Jesus, my Savior. You know my heart is full of grief. And so according to your word, I come before your throne to rejoice. Father, this is the day the Lord has made. I will rejoice and I'll be glad in it.
Okay, നമുക്കറിയാം that is taken from Psalms 118:24 എന്നുള്ളതാണ്. So you're saying, I delight myself in you, Lord. You are my shield, my buckler, my fortress, my high tower. You are the bright and morning star. You are the Prince of Peace. Happy am I because God is my refuge. So ആ ഓരോ ലൈൻ ശ്രദ്ധിച്ച് നോക്കാമെങ്കിൽ അതിനകത്തെല്ലാം വാക്യങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. Okay. For your word declares that you rejoice over me with joy, and that everlasting joy is upon my head. In the midst of my sorrow, I receive your joy. I receive your gladness. I receive your peace, which the world cannot give and cannot take it away. The spirit of rejoicing, joy, and laughter is my heritage. Father God, my mouth shall praise you in the day of trouble, for you are my strength of my life. To whom shall I be afraid? This is again, you see a lot of those verses from Psalms 27. ഹോവിന്റെ വെളിച്ചം ലക്ഷ്യമാവും, ഞാൻ ആരെ ഭയപ്പെടും, ഹോവിന്റെ ജീവന്റെ വരെ ഞാൻ ആരെ പേടിക്കും. Okay, though a host would encamp against me, my heart shall not fear. Though war should rise against me, in this will I be confident. For in the time of trouble, you shall hide me in your pavilion. You shall set me upon a rock, and now my head shall be lifted up above my enemies. Therefore will I offer sacrifices of joy unto the Lord. So അന്നത്തെ ദിവസം the കൂടാരത്തെ തന്നെ ഒളിപ്പിക്കും, തിരുവാസന മറയ്ക്കും, പാറമേൽ നിർത്തും. 27:6 ഇപ്പോൾ ശത്രുക്കളുമേൽ ഞാൻ തലവീരും, ഞാൻ അവന്റെ കൂടാര ജീവവൃക്ഷം അർപ്പിക്കും. So if you really look at that prayer, so many prayers used, so many reference scripture. Psalms 27 verses 1-8 അതിനകത്ത് പല ഭാഗങ്ങൾ അതിനകത്തുണ്ട്. Philippians 4:4, Isaiah 51 verse 11, Psalms 118 verse number 24, Isaiah 144:15, Isaiah 68 verse, then you would see verse 1. So you would actually see a lot of these scripture portions. 66 verse 1. Okay, ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് കൂട്ടിയ ഒരു പ്രാർത്ഥനയാണ്. So here is a person going through difficult time, going through sorrow, grief, maybe depression, praying out of it using scripture, because this is God's promise. ആ പ്രോമിസസ് നമ്മൾ എടുത്ത് അങ്ങോട്ട് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. And God, it will not go back. It will not return to you in void. It will achieve its purpose. അത് അതിന്റെ ഫലം നേടിയിട്ടേ മടങ്ങി വരത്തുള്ളൂ. So it could be something else. It could be you're dealing with financial crisis. It could be sickness. It could be something else. It could be issue of no peace at home. So there's all kinds of scripture portions that you can go find out. Use it. That's called praying scriptures. Okay. വചനം പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ അതിനകത്തൂടെ മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. Let's look at another one. Are you being attacked in your emotions? നമ്മുടെ വികാര തലത്തിൽ നമ്മളൊരു ആക്രമണം നേരിടുകയാണോ? Are you filled with fear concerning something in your immediate tomorrow? So നിങ്ങളുടെ ആസന്ന ഭാവിയിൽ എന്തോ ചില കാര്യങ്ങൾ ഓർത്ത് മനസ്സിനകത്തൊരു പ്രയാസം, ഒരു ഭയം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടോ? Is there anything in your past over which you are bitter? So ഭൂതകാലത്ത് സംഭവിച്ച എന്തെങ്കിലും വിഷയങ്ങൾ ഓർത്ത് അകത്തൊരു കയ്പ് തോന്നുന്നുണ്ടോ? Is there resentment in your heart over something your parents have done to you? So മാതാപിതാക്കൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് അകത്തൊരു നീരസം ഉണ്ടോ? Satan is controlling your mind for your destruction,
pray this prayer. So പിശാച് നമ്മളെ മനസ്സിന്റെ സൗഖ്യത്തെ ഇല്ലാതാക്കി തീർക്കാനായിട്ട് പിശാച് ശ്രമിക്കുന്നുണ്ടോ? അതൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു prayer. Again, always remember, this is one of the spiritual weapons that we use. Our spiritual weapons can bring down the strongholds. അതാണല്ലോ നമ്മുടെ main theme. So, something like this, you don't have to pray exactly, but something like this, interesting. Satan, I speak to you in the mighty name of Jesus Christ, the conqueror from Calvary, the Lord of glory who has defeated you. Because the issue is actually Satan is trying to control your mind and to destroy you. So അതുകൊണ്ട് നമ്മൾ അഡ്രസ് ചെയ്യാം. I bind you in the very oppressive spirit that is attacking my life. I command the spirit of fear to go. I command the spirit of bitterness to go. I command the spirit of resentment to go, because these are all the issues the person is actually dealing with. Now, according to your word, oh Lord, I receive the peace of God. So first you see the binding part of it, because it says, whatever you bind on earth will be bound in heaven. So you do the binding part of it. You say it with conviction, faith. So according to the word of your word, O Lord, I receive the peace of God, which surpasses understanding. Your word says, you shall keep him in perfect peace, whose mind is stayed on you. Okay, that's a word. You shall keep him in perfect peace, whose mind is stayed on you. So again, I cannot go to sleep like this. I'm your child. I walk with you. You're my God. I love you. And why should I suffer? Okay, so that's what you're claiming, you're asking. So when we pray scriptures to remind God of his promises in the Bible, and also to remind ourselves of those promises which are valid at this moment in our lives. Obviously, we cannot pray scriptures unless we know the scriptures. So get into God's word so you can pray scriptures with power. All right. It takes time. Of course, you may have to just memorize, write it down. You may have to read it. But as often as we read it, it becomes faith. So faith comes by hearing, and hearing the word of God. So നമ്മള് വചനം കേൾവിയാൽ വരുന്നു, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരിക. So it's come by hearing God's word. So this becomes very, very powerful. Again, continue just few more things about this whole weapon of prayer. So praying scripture is a very interesting thing. Continue to develop that. നമുക്ക് എല്ലാവർക്കും അതിനിടയായി തീരട്ടെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. Okay? Prayer is a powerful weapon for believers, okay, who have a hatred for the works of darkness. So പിശാചിന്റെ പ്രവൃത്തിയോട് അകത്തൊരു വെറുപ്പ്. So നമ്മളതൊരു ഒഫൻസീവായിട്ട് പോകുന്ന ഒരു കാര്യമാണ്, that you hate what Satan is really doing. So you take that weapon, you resist, you fight. Okay? In Psalms 139, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, verse number 21. യഹോവേ, നീ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതില്ല. O Lord, shouldn't I hate those who hate you? Shouldn't I despise those who oppose you? Okay, so അവിടെ ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കണം. Whatever you hate, I also should hate. Okay, that becomes very, so ആ പ്രാർത്ഥനാ വെപ്പൺ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ it should start with hate for what God hates. ദൈവം വെറുക്കുന്നതിനോട് നമുക്കും ഒരു വെറുപ്പുണ്ടാകേണ്ട ആവശ്യമുണ്ട്. 119 verse 104, 110
നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. യുവർ commandments give me understanding. No one, I hate every false way of life. അപ്പം ദൈവത്തിന്റെ കമാൻഡ്മെന്റ് അകത്ത് കയറി ചെല്ലുന്നിടത്തോളം, the more it gets into your system, in your mind, more we hate. Okay, the more we hate false way of life. സകല വ്യാജമാർഗത്തെ ഞാൻ വെറുക്കുന്നു. When what you're learning is God's heart, God's attitude. അപ്പൊ ഇവിടെ സംഘടനക്കാരൻ പറയാം, I really hate that kind of a false life. Okay, false way of life. God, because you hate it, I too hate it. Okay, so let's look at some of the scenario. Do you really want to see, or do I want to see a change in my city, change in the region where I stay, change in the nation we live in? Okay, again, other context. All right, this is your right and your inheritance as a son or a daughter of the king. So മഹാരാജാവിന്റെ മകനോ മകളോ എന്ന നിലയിൽ ഇത് നമ്മുടെ അവകാശത്തിന്റെ ഒരു ഭാഗമാണ്. So as you pray to your your father will give you nations as your inheritance. Okay, ചോദിച്ചു കൊള്ളുക, പിതാവ് പറയുന്ന പോലെ ചോദിച്ചു കൊള്ളുക, I'm the king, I'll give you nations as your inheritance. എന്നോട് ചോദിച്ചു, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായിട്ടും ഞാൻ തരും. So God is really saying, again, we are praying for a particular city, our home, family, or country. We are banking on the promises of God and say, God, you promised this. I'm praying, Lord, I'm praying that you would give this what I'm asking for, Lord. So our prayers have the power to change geographic regions. നമ്മൾ Ecclesiastes 8 verse number 4 ഇങ്ങനെ വായിക്കുന്നു. So his command is backed by great power. No one can resist or question it. രാജകൽപ്പന ബലമുള്ളത്, നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ആര് ചോദിക്കും? So we are also saying, God, you are in control. When you say something, it'll happen. Okay, all right, so your command is backed by great power. God, no person on this earth, no power on this earth can stand opposed to it, oh God. So we use and we ask for regions. So when you have the fear of the Lord, you will hate evil. So നമ്മൾ fear of the Lord പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനോടുള്ളൊരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഭയപ്പെടുമ്പോൾ, again, Proverbs 8 verse 13, സദൃശവാക്യം 8:13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാവും. Okay, മലയാളത്തിലെ ആ ട്രാൻസ്ലേഷൻ probably can be little misleading. നമുക്കവിടെ ചിന്തിക്കാം, the fear of the Lord, English കുറച്ച്, all who fear the Lord hate evil. So ദൈവത്തെ ഭയപ്പെടുന്നവര് എന്ത് ചെയ്യും? ദോഷത്തെ വെറുക്കും. That's just the standard. Okay, so if somebody continues to tolerate and enjoy and then so put up with it, that truly tells us that this person has no fear of God. ദൈവത്തെ ഭയപ്പെടുന്നവര് എന്ത് ചെയ്യും? ദോഷത്തെ വെറുക്കും. Okay, all who fear the Lord will hate evil. Therefore, I hate pride and arrogance, corruption, and perverse speech. This is New Living Translation of verse 13 of Proverbs 8. Okay, so because you hate evil and love what is good, your warfare prayers will not only be victory in your city, in your region, in your nation, but they will also be targeted towards seeing breakthrough in your personal life. So നമ്മുടെ റീജിയനിലും നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തും ഉള്ള you see a blessing, you see a breakthrough, a victory. അത് മാത്രമല്ല, it's going to translate
into personal victory in your own personal lives. Your prayers can demolish strongholds. Okay? Your prayers can demolish strongholds. Okay? അടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം. When we pray, then you and I pray, we are actually enforcing Calvary's victory or victory over Satan that was won at the cross. So നാം പ്രാർത്ഥിക്കുമ്പോൾ കാൽവറി ക്രൂശിൽ ക്രിസ്തു പിശാചിന്റെ മേൽ നേടിയ വിജയം നമ്മൾ നടപ്പിലാക്കുകയാണ്. We are enforcing. So that, remember that it's become very powerful. We are enforcing Calvary's victory. So should we pray? We should. Every child of God, when we pray, ഓരോ ദൈവ മക്കളും ദൈവ വൈദ്യരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ we are actually enforcing the victory of the cross. So ക്രൂശിന്റെ ജയം നമ്മൾ നടപ്പിലാക്കുക. എവിടെ? My home, in my town, in my region, in my country. So we are enforcing it. Okay? Your will be done on earth as it is in heaven. So you're celebrating, you're speaking, you're reminding Satan, you're a defeated person. Just go. You're executing the judgment written against him through prayers. So അവനെതിരെ പ്രഖ്യാപിച്ച ന്യായവിധി നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. We are declaring it. You are reinforcing the fact that principalities and powers have been spoiled. So വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ക്ഷീണം സംഭവിച്ചു, ക്ഷരം സംഭവിച്ചു, തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുക. Every time you pray, especially praying the word of God. So ദൈവത്തിന്റെ വചനം, കാൽവറിയിലെ ജയത്തിന്റെ വചനം നമ്മുടെ പ്രാർത്ഥനകളും എടുത്തു പറയുമ്പോൾ you are enforcing, you are reinforcing. Okay? So that's what we are doing, reinforcing. But God has really, what Jesus has achieved, especially the principalities and the powers have been spoiled. Colossians 2:15 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. In this way, he disarmed the spiritual rulers, authorities. He shamed them publicly by his victory over them on the cross. Read it over and over again. Declare them through your mouth. Enforce the victory. Celebrate the victory on the cross. Okay? നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വാസ്തവത്തിൽ അതാണ്. We are reinforcing the fact that principalities and powers have been spoiled. പരസ്യ കോലമാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. So this honor is given to all the saints. അങ്ങനെ ചെയ്യാനുള്ള അധികാരം, അങ്ങനെ ചെയ്യാനുള്ള ബഹുമാനം ഒക്കെ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, തന്റെ വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുക. So just think about that for a moment. The weapons that we have, the authority that we have, the privilege that we have. നമുക്കുള്ള പദവി, ക്രൂശിൽ നേടിയ ജയം റീഇൻഫോഴ്സ് ചെയ്യിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള അധികാരം തന്റെ ശരീരമായ സഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുക. Amen. എന്റെ നാമത്തിൽ, in my name, you shall trample upon snakes and the scorpions. Those things are actually talking about the evil demonic forces. They're not literally snakes and scorpions, but they are symbols of evil forces. So we are given this honor. Saints of God have been given this honor. So, and then what happens is actually, we as believers, I'm just talking about myself too, we as believers, many of us, we struggle with prayer. Okay? A lot of people don't even know how to pray. Some have even got so discouraged in prayer.
You see very few people pray publicly. നമ്മുടെ അച്ഛൻ തന്നെയാണ് ചില ആളുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ നേരത്തെ എന്നോട് ചോദിക്കരുത് പാസ്റ്റർ, don't ask me to pray. But we should overcome those things. We should overcome. We should pray in public. Don't wait for these same old people to pray. അവർ പ്രാർത്ഥിക്കുന്നതിന്റെ blessing അവർക്ക് കിട്ടും, and you don't get the blessings. But just volunteer to pray. Why delay? Why delay? Just pray. Okay, God wants us to use. So this could be the reason why many people, because they don't pray, a lot of people are still under oppression of the enemy because you yourself don't believe it. Well, that's the reason you're not praying it. See, the enemy is thinking, I don't have to go. I could be a defeated person. But this guy is not believing it. ഈ പുള്ളി വിശ്വസിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. So he's not enforcing any of these things. I can stick around his house. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാം. So it doesn't really matter. I don't have to go. That's very important. Enforce it. Use it. ഇല്ലെങ്കിൽ നമ്മളെ ഒപ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പണിയൊന്നുണ്ട്. എന്ത് ചെയ്യാ? Just give us trouble. He's there. He lingers around. Because he gets the idea that you are not praying, you're not believing it, you're not declaring it. So that's very important. So once it becomes faith, let's exercise it. Let's declare it. So that's called resisting the devil means. Resist the devil and he'll flee. The question is, what does it mean by resisting the devil? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയി. So what does it really mean by resisting? ഈ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തോ? What does that mean? It means you believe what happened on the cross. You believe the victory that Jesus won for us. You believe actually what happened on the cross to Satan and his kingdom. Okay? And then you are declared, you said, Satan, don't mess with me. You don't have to stick around in my house. Take your weapons and go, because you are a defeated foe. Amen? നിന്റെ ആയുധവർഗമൊക്കെ എന്റെ തമ്പുരാൻ ക്രൂശിൽ നിന്നെ സറണ്ടർ ചെയ്തേച്ച് നിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി നിന്നെ പരസ്യകോലമാക്കി വിട്ടിരിക്കുന്ന ആളാണ്. Okay? You are shamed publicly on the cross. So I resist you. You have no place in my life. You have no place in my business. You have no place in my peace. You have no place in my children's life. Well, provided children are walking in the ways of God. So nammal iduപോലെ തന്നെ ഓരോ കാര്യത്തിലും when we give devil a foothold, he's not going to go. പിശാചിന് ഇടം കൊടുക്കുമ്പോൾ പോരും. പിശാചിന് ഇടം കൊടുക്കാതിരിക്കുമ്പോൾ even if he tries to walk, he said, Satan, you have to go. You have no place here. I rebuke you in the name of Jesus. So it has to go that way. All right. So this kind of gives you an idea about why a lot of believers still under oppression of the enemy, not possession of the enemy. Okay? അവരുടെ മേൽ ഭൂതം അധിവസിക്കുകയൊന്നുമല്ല, പക്ഷെ ഭൂതം അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കള്, ഡീമൻസ് ഇവരെ ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. Okay? And you understand the reason for it? No powerful prayer is coming. He's not resisting. I'm not resisting. എന്നെ റെസിസ്റ്റ് ചെയ്യുന്നിടത്ത് ഞാനെന്തിനാ ഓടിപ്പോണ്ടേ? So they linger on. So we want to see people praying. Praying the word is very important in overcoming spiritual resistance in the plan of God. So ദൈവത്തിന്റെ ആ പദ്ധതിയിൽ, ദൈവിക പദ്ധതിയിൽ, ഡിവൈൻ പ്ലാനിനകത്ത് വരുന്ന റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. It is praying God's word. So when we base our prayers on the word of God, okay, we will inspire, it will kind of inspire us to pray. നമുക്ക് തന്നെ ഒന്നൊരു ബലം എഴുതി, കർത്താവേ ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിക്കരുത്, because it is your word, your promise, you back it up. I'm just declaring it, oh God.
and you would see God beginning to work in our lives. So praying God's word, so it'll give you inspiration to pray. Praying God's word will expand your ability to pray. So inspiration മാത്രമല്ല, it also gives you ability to expand your ability to pray. So പ്രാർത്ഥിക്കാനുള്ള ആ കഴിവിനെ വിശാലമാക്കുക. You're praying more. From 5 minutes, you're probably moving into 15 minutes. You're moving into 20 minutes, 30 minutes, 40 minutes, maybe an hour. It's expanding because you are simply quoting scriptures and praying, believing. For every situation അനുസരിച്ചുള്ളത് നമ്മൾ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. So it will stir up a spirit of prayer within you. So look at different things I said. It'll kind of inspire you to pray. It'll expand your ability to pray. And it'll stir up a spirit of prayer. പ്രാർത്ഥനയുടെ ഒരു ആത്മാവ്, യാചനയുടെ ആത്മാവ് നമ്മുടെ അകത്ത് ഉയർത്തെഴുന്നേൽക്കും. When you pray scriptures. ഈ എഫേസ്യ ലേഖനത്തിൽ when you read Ephesians chapter 6, അതിന്റെ 18-ാം വാക്യത്തില് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, pray at all times in the spirit with all kinds of prayers and supplications. To that end, we keep alert with all perseverance, making supplications for all the saints. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്ക് എനിക്ക്. So you see, pray all kinds of prayer. That really means there's different types of prayers. All kinds of prayers. Okay? So pray at all times in the spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക with all prayers and supplications. പല തരത്തിലുള്ള പ്രാർത്ഥനകളും യാചനകളും. Okay? So praying the word will cause you to pray many different kinds of prayer that you and I ordinarily would not have prayed. നമ്മൾ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രാർത്ഥനകൾ, വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. Amen. അല്ലെങ്കിൽ നമ്മുടെ സെയിം ബ്ലസ് മാം, ബ്ലസ് ഡാഡി, ബ്ലസ് മൈ ചൈൽഡ്, ബ്ലസ് മീ, അപ്പൊ ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. But when you start praying, when we start praying, okay, we are praying all kinds of prayers. സകല തരത്തിലുള്ള പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് because kingdom expansion ആയിരിക്കാം. We are praying for maybe enemies attack, against the enemies attack on your mind and your emotions, or something else. ഇതെല്ലാം നമ്മൾ various prayers while this variety. You're praying all kinds of prayers. Okay? നമ്മൾ അല്ലെങ്കിൽ സാധാരണ ordinarily we won't pray that kind of prayer. Then it also helps break limitations of your prayer life. So നമുക്കെല്ലാം പരിമിതികളുണ്ട് പ്രാർത്ഥനയ്ക്ക്. അതിന്റെ ആ പരിമിതിക്കകത്ത് നിന്ന് പൊട്ടി പുറത്തു വരാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും. So God has given many great and precious promises to help you, to save and deliver you from the hand of the enemy, and to heal you, prosper you. So ദൈവം നമ്മളെ പ്രോസ്പർ ചെയ്യുന്ന കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്ന കാര്യം, ശത്രുവിന്റെ മേൽ നിന്ന് വിടുവിക്കുന്ന കാര്യം, ശത്രുവിന് മേൽ ജയം നൽകുന്ന കാര്യം, രോഗത്തിന് മേൽ നിന്ന് നമുക്ക് വിടുതൽ. There's all kinds of different kinds of prayers. It is through faith-filled prayer that you inherit these covenant promises. So വിശ്വാസത്താൽ നിറയപ്പെട്ട പ്രാർത്ഥനകൾ കൂടിയാണ് നമുക്ക് ഈ covenant promises, നമ്മുടെ ഉടമ്പടിയിൽ കൂടെ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുന്നത് ഈ ഇങ്ങനെയുള്ള faith filled prayers. ആ faith filled prayers എന്ന് പറയുന്നത് it's scripture prayers. അതിനകത്തോട് പോയാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. കാര്യം Satan does not have to listen to what Jacob Matthew is praying or you're praying. That's you're praying. അത് ഇയാൾ പ്രാർത്ഥിക്കുന്നത്. Why should I give it up? But when we enforce Calvary's victory, scripture, there's no way. Thus says, it is written. കർത്താവ് തന്നെ നമുക്കറിയാം, മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ പരീക്ഷകളെല്ലാം ജയിച്ചത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. It is written. It is written. You shall worship
യുവർ ഗോഡ് ഓൺലി. ഇതിന് ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കൂ എന്നെഴുതിയിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായ സകലം എന്നെഴുതിയിരിക്കുന്നു. It is written. So again, going back into scripture, Jesus set a beautiful example. Okay. Now, എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, Hebrews 6 and verse number 12. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. So again, you listen here, then you will not become spiritually dull and indifferent. So നമുക്കുണ്ടാകുന്ന ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് spiritually dull, indifferent. I don't care, doesn't matter to me, I'm okay. ഇവിടെ ഈ എബ്രായ ലേഖനകർത്താവ് പറയാണ്, instead you will follow the example of those who are going to inherit God's promises because of their faith and endurance. Okay. So ദീർഘക്ഷമയാലും വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന ആളുകളുടെ അനുകാരികൾ. Do you want to be followers of people who are indifferent, dull? Or do you want to be followers, or do you want to follow the example of those people who will inherit the covenant promises of God through faith and endurance? So, ദീർഘക്ഷമയാലും വിശ്വാസത്താലും. ദീർഘക്ഷമ വേണ്ടി വരുന്നത്, why you need endurance? Because prayer is a battle. And you continue to pray, seek, continue to keep on seeking, ask, continue to keep on asking, knock and keep on knocking. For that you need endurance. അതിന് ദീർഘക്ഷമ ആവശ്യം. I'm not giving up. I'm just continuing to knock. Okay, ഞാനിത് മുട്ടിക്കൊണ്ടേയിരിക്കും, മറുപടി വരുന്ന. And each time you knock, your faith gets strengthened, faith gets reinforced. So ഇതിന്റെ ദൈർഘ്യം ദൈവം തീരുമാനിക്കുന്നത്. God said, hey, I think this guy is ready for me to do something for him. ചിലപ്പോൾ ആദ്യത്തെ ഒരു പ്രാർത്ഥന ശക്തമായി ഭയങ്കര സ്റ്റൈലിലൊക്കെ പ്രാർത്ഥിച്ച് വേദോസമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുമ്പോൾ ഒന്നും നടന്നില്ല. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ വേദോസമൊക്കെ പഠിച്ച് ആ വാക്യമൊക്കെ കൺകോർഡൻസും കണ്ടെത്തി പിടിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. But I'm just telling you something, because God knows our heart. God knows whether that has been translated into faith. അത് വിശ്വാസമായി മാറിയിട്ടുണ്ടോ എന്ന് കർത്താവിനെ അറിയാവും. It can come from my mouth as a word, but whether or not it has been translated as faith in me, only God knows it. And when it does really come from faith, God will move into action. So just pray, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിക്കണേ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. Okay? പിന്നെ ഓർത്തോളം, prayer is also, so it's enforcing Calvary's victory. It is also one of the ways we release the will of God upon the earth. ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ റിലീസ് ചെയ്യുന്ന ഒരു വഴിയാണ്, പല വഴിയുള്ള ഒരു വഴിയാണ്. Just prayer releases the will of God on this earth. Okay? How? Because God's word is God's will. As you study God's word, you study God's will. So that's the reason prayer and the word must be combined. പ്രാർത്ഥനയും വചനവും ഒരുമിച്ച് പോകേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, because in the word you will see the will of God. So when you understand the will of God, you can pray according to the will of God. Amen. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിപ്പം നമ്മൾ ഇരുന്നുകൊണ്ട്, because when you really understand the will of God, okay, you're not going to pray, Lord, give me a Lamborghini tomorrow. Because you know the will of God, you're not going to ask that. You're not going to pray, Lord, give me a 20,000 square feet house. God knows. It's not in the God's will for you, because you see God's will at this time. You know what God is after. You know the heart of God. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. Then our prayers will be according to the will of God. ആ ദൈവഹിതത്തിന്റെ ഒരു റിലീസാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത വരുന്നത്. Okay? How do you know these things? I know one of the best examples എന്ന് പറയുന്നത്, Daniel was in the exile. So it doesn't matter where you are.
Okay, maybe very hostile സിറ്റുവേഷൻസിലായിരിക്കാം നമ്മൾ. Maybe a place where you don't have freedom. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കാം. Okay. In Daniel chapter 9, verses 2-3, ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ദാനിയേൽ ഇങ്ങനെ പറയുന്നുണ്ട്, he was able to effectively pray. Okay, അപ്പോൾ 70 years എന്നുള്ള ഒരു കാൽക്കുലേഷൻ, ഒരു നമ്പർ തനിക്ക് കിട്ടുന്നത്, it is from the word of God. That is God's will. Okay, so he was able to pray effectively because he knew the word of God concerning his people. So തന്റെ ജനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, I Daniel learned from this reading of the word of Lord as revealed to Jeremiah the prophet that Jerusalem must lie desolate for 70 years. So യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം താൻ എക്സൈലിൽ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് യിരെമ്യാവിന് കൂടെ ഒരു പ്രവചനം വന്നിരുന്നു. ഓക്കെ, ആ യിരെമ്യാവ് പ്രവചിച്ച പ്രവചനം ദാനിയേല് ബാബിലോണിൽ ഇരുന്ന് കണ്ടു, നമ്പർ കണ്ടു. ഓക്കെ, Jerusalem must lie desolate for 70 years. Okay, അവരുടെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട്, ദാനിയേൽ എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. I learned it from scripture. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീറിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ട ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. So it says that I got the number from the word of God. Once I got the number from the word of God, someone has to pray it in. Yes, God has promised through prophet Jeremiah, but God is looking for a man or a woman who will take that promise and turn it into a prayer and bring it down. And God is looking for people. Ask me. I want to give you nations as your inheritance, but will somebody ask for it? I want to give you people. So this is one of the reasons, ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ, we as a family, we are praying for Orlando. We are praying for new souls. And I'm just encouraging all of you. So I see almost like 51 lines here, people listening. I want you to start praying. നിങ്ങളുടെ പ്രാർത്ഥനയില് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, God bring us souls from the city here. ഈ പട്ടണത്തിൽ നിന്ന് ചുറ്റുപാടുള്ള പട്ടണത്തിൽ, because people can drive and come. Pray, God, give us souls. Give us nations, Lord. Okay, we are people from all over the world here. നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദിവസം, കർത്താവ്, you give us souls. Start praying. Okay, God said he will give us. Ask me and I'll give you nations as your inheritance. കർത്താവ്, നീ പറഞ്ഞിട്ടുണ്ടല്ലോ. Pray. Then also pray that, Lord, you said, as for me, Joshua said, as for me and my house, we will serve. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവേ, നീ എനിക്ക് തന്ന മക്കളും. Okay, now bring those verses of scripture and say, God, you promised this. And you also said, Lord, okay, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. Okay, now claim those promises. I'm just praying. ഈ ദിവസങ്ങളിൽ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന എന്നാണ്, കർത്താവ്, നീ പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. You said it in your word that you will see your children's children. So for me, I'm just saying, I'm just holding on to a promise. I'm just claiming that, knocking on Father's door. Whatever it could be something else for you, it could be something to each of us. Now here he finds out God has decreed 70 years. He cannot go beyond that. We must have a release from this place. So he started. He said, I'm just turning. I'm shifting the gear. പ്രാർത്ഥനയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പോവാം. സോ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും കൊണ്ട് ഇരുന്നു കൊണ്ട് യഹോവയോട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കാൻ ദൈവമായ കർത്താവിൽ, I turn my face towards God because time has come. The number has come right. It's time
for a release. Now you understand that prayer becomes very powerful. How Cyrus comes. Cyrus vannapom, I'm pretty sure Daniel probably had conversations with him. Daniel ഒരു പക്ഷേ സൈറസിനോട് പറഞ്ഞു കാണും, your name is there in the Bible, man. Your name is there, declared many years ago. Is it somebody by the name Cyrus will come? You are in the scripture. The Lord will, നിന്റെ മുമ്പിൽ താമ്രവാതിലുകൾ തുറക്കും എന്ന് നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്. And it's going to happen. That's what it's happened. So അതുകൊണ്ട് കോരശ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, കോരശ് is ready to let these people go. Who wants to give up, free labor? എല്ലാവർക്കും സന്തോഷം, because you can make money getting all this. ദൈവം ഉണർത്തി എല്ലാവരും പൊക്കളാൻ പറഞ്ഞു. Anyone wants to go. I'll take care of everything for you. You guys go. അതൊക്കെ സംഭവിച്ച പുറകെ because somebody prayed. Somebody looked at the number. Somebody called it down. So I'm just encouraging God's people. Shift the gear. Start praying. We as a community of church, community of believers, we are praying. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ പ്രയർ റിക്വസ്റ്റിന്റെ ലെങ്ത് കൂടണ്ട, പേജ് കൂട്ടിക്കൊണ്ട് ഇരിക്കുകയല്ല, സ്ക്രാച്ച് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുക. It's time that we need to cut some of those things, see miracles happening. Hallelujah. എനിക്ക് വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ we were there praying. Especially we prayed for people who do not have jobs, അല്ലെങ്കിൽ who lost the job, അല്ലെങ്കിൽ got laid off, അല്ലെങ്കിൽ the company shifted, they were really looking for a job. And then പ്രാർത്ഥിച്ചു കഴിഞ്ഞോളൂ. Just came here a couple of days ago. I received a call from one person and said, Pastor, I accepted a job. Praise God for that. So one person's prayer is answered. So we are continuing to pray that all others who are looking for a job, God would find a placement for them. God would bring something into their life. But our prayers need to be effective. And it brings excitement. ശരിയല്ലോ, അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി വരുമ്പോൾ ആ ജീവിതത്തിനൊരു എക്സൈറ്റ്മെന്റ്, ആ ലൈഫിനകത്തൊരു എക്സൈറ്റ്മെന്റ്, നമ്മുടെ ആ സ്റ്റേയിൽ ആയിട്ടുള്ള അനുഭവങ്ങൾക്ക് ഒരു മാറ്റം വരും. You will experience the joy. The joy of the Lord becomes our strength. Okay? So, Korinther ലേഖനത്തിൽ, as you come to the book of Corinthians, 1 Corinthians chapter 14 and verse number 15, പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കില്ല. Sometimes, we should pray with understanding. Okay? ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. What am I to do? I will pray with my spirit, but I will also pray with my mind also. Okay? So ഞാൻ ആത്മാവിൽ പാടും, ബുദ്ധി കൊണ്ട് പാടും. ചിലപ്പോൾ വേഴ്സ് എടുത്തു വെച്ച് പാടും, അതിനകത്ത് നോക്കി നമ്മളൊന്ന് പാടും, അത് ബുദ്ധി കൊണ്ട് പാടുക. But there are other times you are there in the spirit and the song really comes from your mouth. You just simply, you just bring out words and start flowing through your mind. And you are praying in the spirit. You are singing in the spirit. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഓർത്ത് എഴുതി വെച്ച് പറയാം. God accepts any prayer. It's okay. ആരും ചിന്തിക്കേണ്ട, ആത്മാവിൽ പ്രാർത്ഥിച്ചാലുള്ള ദൈവം കഴിയും. Paul himself said, I pray with my mind. I sing with my mind too. The key thing is start praying. Okay? Understanding the will of God helps us to pray correctly. നമ്മൾ ചിന്തിച്ചല്ലോ. And the will of God is the word of God. Okay? So in Ephesians 5:17, പൗലോസ് പറയുന്നുണ്ട്, എഫെസോസുകാരോടും ക്രിസ്ത്യൻസ് ഇൻ ജനറൽ, ഹി സേസ്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുക. We are not to be unwise, but we are to understand what the will of the Lord is. So unwise എന്ന് പറയുന്നത് because you don't know the will of the Lord. How do you know the will of God? Because you know the word of God. So word of God
will make you understand the will of God, and that gives you confidence. From ബുദ്ധിഹീനനായ just you can pray intelligently, because എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. Amen. Because you know the word of God, because he promised you. See, ഇതുകൊണ്ടൊക്കെയല്ലേ പൗലോസ് തന്നെ പറയുന്നില്ലയോ, നമുക്ക് it was, scriptures were not completed, the inspiration was still going on. പൗലോസിന്റെ മിഷണറി യാത്രയിൽ, കപ്പൽ യാത്രയിൽ നമുക്കറിയാം, വിത്ത് ഓൾ 276 യാത്രക്കാരുമായിട്ട് പോകുന്ന കപ്പലിൽ so much of confusion. അദ്ദേഹം പറഞ്ഞു, don't go anywhere. ലൈഫ് പോട്ടൊന്നും എടുത്തോണ്ട് ആരും ഒന്നും പോകണ്ട, കട്ട് ചെയ്ത് കളാ. ലൈഫ് പോർട്ടിന്റെ ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ലൈഫ് പോർട്ട്സ്. ഇതിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യന് പോലും ഒരു കേടുണ്ടാകും. കപ്പൽ പോവും, സാധനങ്ങൾ പോവും, നിങ്ങൾ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന് ഒരു കുഴപ്പമുണ്ടാകും. How was he able to say that confidently? Because he heard the voice of God, the will of God. ദൈവഹിതം തന്നെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ദൂതൻ എന്നോട് സംസാരിച്ചു. Paulus said, don't worry. He said, no, don't worry. Take the bread, break it, eat it. ആടി ഉലയുന്ന കപ്പലിൽ തിരുവത്താഴം നടത്താൻ ആ ദൈവദാസൻ കഴിഞ്ഞത് ചിന്തിച്ചു നോക്കി. അപ്പം കരങ്ങളെടുത്ത് മുറുക്കി കൊടുത്തു. നിങ്ങൾ ഭക്ഷിച്ചോളാൻ പറഞ്ഞു. That's a confidence. The reason? Because you know the will of God. How do you know the will of God? I read the word of God. അപ്പൊ നമ്മൾ മടങ്ങി വരേണ്ടത് വചനത്തിലേക്കാണ്. വചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. It changes our prayer life. It changes our conduct. It changes the way we think. Okay? കൊലോസ്യലേഖനത്തില് പൗലോസ് പിന്നെയും ദൈവഹിതം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അതനുസരിച്ച് നടക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിൽ ഓരോരുത്തനായ ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യും. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ. So what is Epaphras doing? Who is one of you, because he is also from the same area called Colossae. Okay? The servant of Christ Jesus greets you, always struggling on your behalf in his prayer. So പ്രാർത്ഥനയില് താൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്ട്രഗിൾ ചെയ്യാണ്. എന്തുവാ? That you may stand mature and fully assured in all the will of God. So ദൈവത്തിന്റെ ഹിതത്തിൽ, ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി, നിങ്ങൾ തികഞ്ഞവരായി നിൽക്കണം. മച്ചുവേർഡായി നിൽക്കണം, തികഞ്ഞവരായി നിൽക്കണം. Amen. Fully assured, fully matured in all the will of God. ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾക്കൊരു പക്വത ഉണ്ടാകണം, നിങ്ങൾക്ക് അഷ്വറൻസ് ഉണ്ടാകണം. Then prayers becomes, see, that's what he is praying for. Okay? So prayer helps us walk perfectly and completely in all the will of God. So പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്ന മറ്റൊരു മേഖലയാണ് ദൈവഹിതത്തിൽ നമുക്ക് പൂർണ്ണ മച്യൂരിറ്റിയിൽ നമുക്ക് നടക്കാനായിട്ട് കഴിയും. ഓക്കെ, നമുക്കറിയാം, ഇരമ്യാവ് പറഞ്ഞിട്ടുണ്ടോ, we are encouraged to call upon the Lord. The Lord said, I will show up. Just simply call unto me. എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരവരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. Call unto me and I will answer you. I will tell you great and hidden things that you have not known. So the Lord delights in our prayers. He delights in answering our prayers. ശരിയല്ലേ? ഇനിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു വാക്യം. This is like in 65 verse 24, 65:24 അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരവാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. Okay? Before they call, I will answer. While they are yet speaking, I will hear. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടു, ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരവാദിച്ചു. So there are sometimes God simply answers prayer because you are so tuned with him, because he sees you delighting in his will, in his word. അതുകൊണ്ട് നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായിട്ട് ദൈവം ചെയ്യാൻ ശക്തമാണ്.
ജസ്റ്റ് വാട്ട് ആൻ എക്സൈറ്റിംഗ് തിങ് ഈസ്, ആ പ്രോമിസ് ഒക്കെ നമുക്ക് എന്തൊരു സന്തോഷം. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരവാണ്. ഈവൻ ബിഫോർ ദേ കോൾ ഐ വിൽ ആൻസർ. Well, Jeremiah said, call unto me, I will answer. നിങ്ങൾ വിളിച്ചു വിളിക്കോ, ഞാൻ ചെയ്തോളാം. പക്ഷെ ഇവിടെ ദൈവം പറയുന്നു, ഈവൻ ബിഫോർ യു കോൾ ഐ വിൽ ആൻസർ. ഓക്കെ, പത്രോസ് ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോൾ 1 പത്രോസ് 3:12 പറയുന്നുണ്ട്, the Lord's ears are open to the prayers of the righteous. അവന്റെ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുക. Always open. Come on, somebody pray. I want to answer. I want to answer. തോർ എക്സൈറ്റ്മെന്റ്. സത്യം പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു പ്രചോദനമായി തീരട്ടെ ഞാൻ ആഗ്രഹിക്കുക. നമ്മളിങ്ങനെ ബീറ്റൻ ഡൗൺ ആയിട്ട് ഡോർമാറ്റ്സ് ആയിട്ട് ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദാറ്റ്സ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്. ഗോഡ് വാണ്ട്സ് us to be strong. നമുക്ക് ഈ ദിവസങ്ങളൊന്ന് സന്തോഷിക്കാം. നമ്മുടെ ആളുകൾ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് എല്ലാവരും ഞാൻ I'm talking about myself too. We will see God doing mighty things. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതും ദൈവമൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. just saying നമ്മുടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച സമയം കൂട്ടുക. But pray as things are that within the will of God. അത് അറിയുന്നത് ദൈവത്തിന്റെ വചനം അറിയുമ്പോൾ ദൈവത്തിന്റെ ഹിതമാണ്. Amen. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചാണല്ലോ, യാക്കോബ് പറയുന്നുണ്ടല്ലോ 5:16 പറയുന്നുണ്ട്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. Prayer of a righteous man, okay, is great power as it is working. It's effective, it's effectual, it's powerful. Righteous man, നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന, okay, very, very powerful. Amen. Hallelujah. Prayer of a righteous person has got great power. Okay. എല്ലാ ജഡവും കർത്താവിന്റെ അരിക്കൽ പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മളോട് സങ്കീർത്തനം Psalm 65 പറഞ്ഞു, പ്രാർത്ഥന കേൾക്കുന്ന സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരും. Everyone is coming to you. You hear prayer, to you shall all flesh come. സകലരും വരുന്നു നിന്റെ അടുക്കലേക്ക്. So remember this thing, all believers everywhere, whether you are in China, whether in Japan, North Korea, India, US, anywhere, we all have similar challenges. All believers can overcome these challenges through prayer. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും. Why God is doing great and mighty things in Latin America, why God doing great things in Iran. നമ്മളിതൊക്കെ പറയുമ്പോഴും ഇറാനിലൊക്കെ ഭയങ്കര ശക്തമായ സഭകളുണ്ട്, ഭയങ്കര ശക്തമായ 100 ആളുകൾ അവിടെ സ്ഥാനപ്പെടുന്നുണ്ട്, 1000 ആളുകൾ സ്ഥാനപ്പെടുന്നു. ഇറ്റ്സ് എ വെരി പവർഫുൾ മൂവ്മെന്റ് ആക്ച്വലി ഇൻ ഇറാൻ. നമ്മൾ വിചാരിക്കാനും ആയത്തുള്ള എല്ലാം പിടിച്ചു വെച്ചിരിക്കാന്ന്. No. God is doing some great and mighty things. Okay, so everyone needs to come. പത്രോസ് പറയുന്നുണ്ട്, God is no respecter of persons. ദൈവത്തിന്റെ മുഖവർഷയിൽ നടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:34 പറയുന്നുണ്ടല്ലോ, കൊർന്നേലിയസിന്റെ ഭവനത്തിലെ പ്രസംഗത്തിൽ as you read it, പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന്റെ മുഖവർഷമില്ല. Because you are Gentiles, ഞങ്ങൾ യൂസ്, God is no respecter of person. ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാൻ ദൈവം ശക്തനാണ്. He is near to all who call upon him. 155 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. He fulfills the desire of those who fear him. He also hears their cry and saves them. ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ആര് വിളിച്ചാലും, you call from anywhere, from the ends of the earth, you call, God will answer that prayer. Hallelujah. നമ്മുടെ സമയം തീർന്നല്ലോ. This lot of verses of scripture that really speaks about that. നീ എന്റെ യഹോവന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. Okay, call upon the Lord will bring salvation and deliverance from your enemies. സത്യനായ യഹോവയെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. I will be delivered from the hands of my enemies. അറ്റ്ലീസ്റ്റ് ആ പഴയ ഭക്തന്
ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്റെ പ്രാർത്ഥന, മൈ പ്രേയർ വിൽ ഡെലിവർ മീ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് മൈ എനിമീസ്. ഹല്ലേലൂയ. So this has always been a key to deliverance. Okay, you can pray yourself out of any adverse situation. So സങ്കീർത്തനം മൊത്തം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയും, ഏത് സാഹചര്യത്തിലാണ് you can always, there's always a way of escape, and the way of escape is through prayer. പ്രാർത്ഥനയിൽ കൂടെ you can actually get out of that place. So we'll just stop right there. Just want to encourage every single person, as I encourage myself. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കാര്യങ്ങൾ നേടുന്നവരായിട്ട് മാറും. It's a powerful weapon. Weapons of our warfare, they are not common. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ശരീരങ്ങളല്ല, കോട്ടകളെ തകർപ്പാൻ ശക്തിയുള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ നമുക്കിടയായി തീരട്ടെ. Hallelujah. Understand the will of God and the plan of God. Way to do that is to go to God's word. ഈ ദിവസങ്ങളിൽ വചനം നമുക്ക് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കും. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടെ പ്രാർത്ഥിപ്പാൻ പക്വതയുള്ളവരായി അതിനകത്ത് മാറും. മച്യൂരിറ്റിയിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. We'll continue to discuss some of these things in the next week as we continue a study on the weapons that brings down the stronghold. What does it really mean by that? Even an Old Testament person like David has written so much about prayer. Not a New Testament person. പുതിയ ഭക്തന്റെ കാര്യമാണ്, പഴയ ഭക്തന്റെ കാര്യമാണ്. The depth of his understanding about prayer. പ്രാർത്ഥനയുടെ വളരെ ആഴങ്ങളിലേക്ക് താൻ ആത്മാവിൽ ഇറങ്ങിപ്പോകുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ just pray. ഒരുപക്ഷെ താൻ ഫിസിക്കൽ എനിമീസിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിനൊരു ഒരു ഒരു സ്പിരിച്വൽ കറസ്പോണ്ടൻസ് ഉണ്ടെന്നുള്ള നമ്മൾ ചിന്തിക്കണം. There's a corresponding factor. There's an evil demonic factors, enemies that God wants to deliver us. Hallelujah. Amen. Praise God. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.